ഹലോ ഗൈസ്, ഞാൻ ഒരു ലുലു മാളിൽ പോയതാണ്. കോഴിക്കോട് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ലുലു മാളിലാണ് പോയത്. ഞാൻ അച്ഛനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സിന് റേറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെപ്പാര നടന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി. അത്യാവശ്യം നല്ല റേറ്റാണ് അതിന് വരുന്നത്. വലിയ റേറ്റൊന്നുമില്ല ചിലതിനൊക്കെ. അപ്പം ഫസ്റ്റ് പിന്നെ ഞാൻ കുറച്ചിലെ പിള്ളേരുടെ ഇതൊക്കെ നോക്കി. നമ്മളുടെ എന്താ പറയുക, കഴിക്കുന്ന ടേബിളിൻ്റെ ഇതൊക്കെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്റ്റോറിലെത്തി ഞാൻ. അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂണിൻ്റെ ക്യാരക്ടറായിരുന്നു. അത് മാഷ ആൻഡ് ബിയറിൻ്റെ ഒരു ക്യാരക്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത്. മാഷ ആൻഡ് ബിയറിൻ്റെ ക്യാരക്ടർ വിത്ത് ഒരു എന്താ ബിയറായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു മഴ തന്നെ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. നമ്മളുടെ എന്താ പറയുക, ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു ഡ്രസ്സ് കിട്ടി, അത് ഞാൻ ഇട്ട് നോക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് ബ്ലാക്ക് മിങ്കിലെ യു ആൻഡ് മീ എന്തായാലും കിസ് ആൻഡ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു റോസ് ഇട്ട ഒരു മെറ്റീരിയലായിരുന്നു കൺസേർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ജീന് നോക്കി 799 ജീനിന് വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ തേരാപ്പാര നടന്ന് കുറേ ജീനൊക്കെ നോക്കി. പിന്നെ ഒരു ബാഗിന് 1999 രൂപ വരുന്നുണ്ടായിരുന്നത്. എൻ്റെ കട വേറെ എന്തൊക്കെയോ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന് ചോക്കോലേറ്റ് കേക്കും ഐസ്ക്രീമും വാങ്ങി തന്നു. അതെനിക്ക് ആകെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗിറ്റാർ വാങ്ങിച്ചു. ഗിറ്റാറും പിന്നെ കുറേ പിള്ളേർ അവിടുന്ന് ഗിറ്റാർ വേറെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ ഒരു സംഗീതം ഇട്ട് എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഒന്നും വാങ്ങിത്തരാത്ത സങ്കടത്തിൽ ഞാൻ ആകെ ഐസ്ക്രീം വാങ്ങി തന്നു എന്ന് എനിക്കറിയാം. അല്ലാത്ത വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റുമൊന്നും വാങ്ങി തന്നില്ല. പിന്നെ അച്ഛനൊരു ക്യാപ്പ് നോക്കി. പിന്നെ അച്ഛൻ്റെ പഴയ ക്യാപ്പ് എടുത്തു. ഇത് പിങ്ക് വെനം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പിങ്കിൻ്റെ ഒരു ഷൂട്ട് കേസാണ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇത്രയും ക്യൂട്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ റൈഡിൽ പോയി. പക്ഷേ റൈഡിൽ കയറിയില്ല, ജസ്റ്റ് ഒന്ന് ഇരുന്നു. പിന്നെ സങ്കടം മാറ്റാൻ വേണ്ടി എസ്കലേറ്റർ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേസ്. അപ്പോൾ ഞാൻ എസ്കലേറ്ററിൽ കുറേ കയറി. പിന്നെ അവസാനം ഞങ്ങൾ ഐഫോണിൻ്റെ എന്തൊക്കെയോ കുറേ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് വിട്ടത്. അച്ഛനൊന്നും വാങ്ങിത്തരാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ അച്ഛന് 5-6 കുത്തും കൊടുത്ത് ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം. അപ്പോൾ ടാറ്റാ.